ഫഹദേട്ട ഒരു രക്ഷയില്ല. ഒത്തിരി ചിരിച്ചു. ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ഞാൻ ചിരിച്ചത് സുധീഷേന്റെ ക്യാരക്ടർ ഭയങ്കര കാച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എല്ലാവർക്കും ഈക്വലായിട്ട് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. പടം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആയിരിക്കും. നല്ല ഹിറ്റ് പടമാണ്. താങ്ക് യു. തീരെ നല്ല പടമാണ്. നമുക്കറിയാം ഭീഷ്മപർവം പോലുള്ള ഒരു സിനിമയുടെ റൈറ്റർ തന്നെയാണ് ഇത് ഡയറക്ട് ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ രാജേഷ് മാധവനെ പോലുള്ള ഒരു നടനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ ചെയ്യാൻ കാണിച്ച ആ ഒരു ധീരത തന്നെയാണ് നമ്മൾ ധീരന്റെ സിനിമയിൽ കാണുന്നത്. ഇത് ഫുള്ള് ത്രൂട്ട് കോമഡിയാണ്. ഇതൊരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സിൽ ആ ഒരു പ്രിയദർശൻ പാറ്റേൺ പിടിച്ചു പോകുന്നുണ്ട്. ഇതിന്റെ റൈറ്റിംഗ് ആണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല കിടിലായിട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ത്രൂ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് കോമഡി ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല കണ്ട് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വിനീത്, അശോകൻ, ജഗദീഷ്, പിന്നെ ഒരു നല്ല താരനിര തന്നെയുണ്ട്. എല്ലാവരും കിട്ടിയ വേഷങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പഴയകാല നടന്മാർക്ക് കഴിവുണ്ടെന്ന് വീണ്ടും മനോജ് കെ ജയൻ വീണ്ടും തെളിയിച്ച, അതുപോലെ തന്നെ KPC ഇളവേച്ചിയുടെ മോനുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. എന്ത് രസമായിട്ട് പെർഫോം ചെയ്യുക. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് അഭിനയ കഴിവില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പഴയകാല നടന്മാരുള്ള ഒരു പവർ കുറവാണ്. കാരണം അവർ ഏത് സ്ക്രീനിലേക്ക് വന്നാലും അവർ പെർഫോമൻസും ഉണ്ട്, ഞെട്ടിച്ച് കളയുന്ന ഒരു രീതിയാണ് അവരുടേത്. അപ്പൊ അവരെ വീണ്ടും ഉപയോഗിച്ച് ഇനി പുതിയ പടങ്ങൾ ചെയ്യുമ്പോൾ അവരെയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് സിനിമകൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കത് കണ്ടിരിക്കാം. കാരണം നമ്മളൊരു തിയേറ്ററിലേക്ക് ഒരു സിനിമ കാണാൻ വരുമ്പോൾ ഏതൊരു പ്രേക്ഷകനും ആഗ്രഹിക്കുന്നുണ്ടാണ് നമ്മളൊരു 2.5 മണിക്കൂർ ഒരു തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ആനന്ദം കണ്ടെത്താനാണ് തിയേറ്ററിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും നൽകുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ധീരൻ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഇത് സൂപ്പർ ഹിറ്റ് ആവും. ഇത് ഹിറ്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് OTT കാണാൻ നിൽക്കാതെ തിയേറ്ററിൽ വന്ന് കാണുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്തായാലും നല്ല സിനിമയാണ്. ധീരൻ വിജയിക്കട്ടെ എന്ന് ഞാനും പറയണത്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക. എങ്ങനെയുണ്ടായ സിനിമ? കോമഡിയാണ്. നല്ല പടമാണ്. ഡയറക്ട് ചെയ്തേക്കണം. പിന്നെ ബോറടിയില്ല, ലാജിങ്ങില്ല, കോമഡി എന്റർടൈൻമെന്റ് ആണ്. എല്ലാ നടന്മാരും പഴയ നടന്മാര് അശോക് അങ്ങനെ